സേട്ടു പാപ്പ, സേട്ടു പാപ്പ, അയ്യോ സേട്ടു പാപ്പ ചത്തേ. എന്താ എന്തു പറ്റി? സേട്ടു പാപ്പ എണിക്കുന്നില്ല. ഞാൻ കൊറേ വിളിച്ചു നോക്കി. ഒന്ന് വന്നിട്ട് നോക്ക്. സേട്ടു പാപ്പയുടെ കൈ കാണാം. ഞാൻ വിളിച്ച ഒറ്റ വിളിക്ക് എണിക്കുന്നതാ. ഈ പാട്ടുസേട്ട് എന്ന് പറയുന്ന ആളുടെ കട ഇതല്ലേ? ഇത് തന്നെയാണ്. എന്തു പറ്റി? മൂപ്പരാൻ മടിയായെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് ഒരു അനക്കമില്ല. ഇന്റർവ്യൂ എടുക്കാമെന്ന് ഇനിയിപ്പോ ഡെഡ് ബോഡിയുടെ പടവും പിടിച്ചോണ്ട് ന്യൂസുകാർക്ക് കൊടുക്കേണ്ടി വരുമോ ഭായി? അതിന് ഈ കിളവൻ ചത്ത അതൊരു ന്യൂസ് ആവോ? കുറച്ചധികം ഉറങ്ങിപ്പോയി. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പണ്ടാറടങ്ങാനായിട്ട് മനുഷ്യൻ പേടിച്ചു അല്ല. ഇതിലും വരെ ഇയാൾ ചാകായിരുന്നു. ആ നീയാണല്ലേ കൂകി വിളിച്ച ആൾക്കാരെ കൂട്ടിയത്? വിളിച്ചിട്ട് എണിക്കണ്ടേ? ഞാൻ വിചാരിച്ചു കാറ്റ് പോയെന്ന്. അങ്ങനെയൊന്നും ഈ സേട്ടുപ്പാപ്പാന്റെ കാറ്റ് പോവില്ല ചക്കാ. നമസ്കാരം. ഞങ്ങൾ പാട്ടുസേട്ടിന് തിരക്കി വന്നതാ. എന്താ? നാട്ടുകാരൊക്കെ പാട്ടിസേട്ട് എന്നാ വിളിക്കാറല്ലേ? അതെന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അല്ല നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളൊരു TV പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മരിച്ചുപോയ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രനാഥിനെ പറ്റി. അദ്ദേഹത്തിന്റെ 10ാം ചരമവാർഷികം വരെയല്ലേ. അതിന് അദ്ദേഹത്തിന്റെ പ്രതിഭ കണ്ടെത്തിയതും ആദ്യകാലത്ത് സഹായിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ സേട്ടുവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഓ അത് ശരി. രവീന്ദ്രനാഥ് പേരും പെരുമയൊക്കെയുള്ള ആളായിരുന്നു. അത് അയളമെടുക്ക്. അതിന്റെ പേരിൽ ഞാൻ എന്തിനാ ഞെളിയണത്? പിന്നെ അറിയണ കാര്യം എന്താ വെച്ചാ അത് പറഞ്ഞുതരാം. അതിന് ഈ കാമറയും കുന്ത്രാണ്ടൊക്കെ വേണോ? പാട്ടിനോടുള്ള കമ്പം കാരണം നാട്ടുകാരെ എനിക്കിട്ട് തന്ന പേരാ പാട്ടുസേട്ട്. പഴയ ഗ്രാംഫോണും റേഡിയോ റിപ്പയർ ചെയ്ത് കൊടുക്കുക, പഞ്ഞിക്കടക്ക നിറച്ചു വെക്കുക, ഇതൊക്കെ തന്നെ അന്നും പണി. എങ്ങനാ തുടങ്ങേണ്ടത്? അയാളെ പറ്റി പറഞ്ഞു തീരൂല്ല എനിക്ക്. അയാൾക്ക് അന്ന് ഒരു 10-12 വയസ്സുണ്ടാവും. ഈ ജൂതത്തെരുവില് വയറ്റത്തടിച്ച് പാട്ടുപാടിക്കൊണ്ട് ഒരു ദിവസം വന്നു. വീട് ചോദിച്ചപ്പോ വടക്ക് മലബാറിലെങ്ങാണ്ടാന്നാ പറഞ്ഞത്. ആരും ഇല്ലാത്ര നാട്ടില്. ചോറ് വാങ്ങിക്കൊടുത്തപ്പോ പിന്നെയും പാടി കുറെ പാട്ടുകള്. ഒക്കെ പങ്കജ് മല്ലിക്കിന്റെയും സൈഗാളന്റെയും പഴയ പാട്ടുകള്. പിന്നെ അത് പതിവായി. ഇവിടെ വന്നിരുന്ന് പാടും, ഗ്രാമഫോണിൽ കൂടെ പാട്ടുകൾ കേൾക്കും. അയാള് പാടുമ്പോ ഒരു പ്രത്യേക ഭാവ. പ്രിയപ്പെട്ട അച്ഛ, അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീതരക്തം അല്പമെങ്കിലും ഈ എളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ. ഇത് 4ാം തവണയാണ് ആകാശവാണിയിലെ ഓഡിഷൻ ടെസ്റ്റ്. എന്നാണ് ഒരു ദിവസം ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ശരത്ചന്ദ്രനാഥ് എന്ന് എഴുതി ഒരെണ്ണം ഇതുപോലെ ഈ ഷെൽഫിൽ ഇരിക്കുക. അതെ അതെ, എവരി കുഞ്ഞേടൻ ഹാസ് എ ഡേ എന്നല്ലേ. ഇളിച്ചോ നിനക്കൊന്നും ഇപ്പൊ എന്നൊരു വിലയില്ലല്ലോ. നീയൊക്കെ എന്റെ കാൽക്കീഴിൽ വന്ന് ചുരുണ്ടു മടങ്ങി കിടക്കണ ഒരു ദിവസം വരും. പുച്ഛല്ലേ നിനക്കൊക്കെ പുച്ഛം. രാവിലെ വണ്ടിക്കൂലിക്ക് പൈസ ചോദിച്ചപ്പോ നിന്റെ പിശുക്കൻ വലിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം. ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നിലെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ പെറ്റ വയറിന് മാത്രമേ കഴിയൂ. എവിടെ അമ്മ? എടാ പരീക്കുട്ടി, എന്താടാ മീൻ? ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, ഭയങ്കര വിലയാ. അതെന്താടാ, വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങൾക്ക്? നേരത്തെ വാങ്ങിച്ചതിന്റെ കാശ് ഒന്ന് തീർത്തിട്ട് നിലയും വിലയും പറയാം. അത് നീ സച്ചിയോട് വാങ്ങിയില്ലേ? ചോദിക്കേണ്ട താമസം. ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വിലയുടെ മീൻ കൊടുത്തതെന്നും പറഞ്ഞു ഒറ്റ ചാട്ടം. ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ? ഈശ്വരാ, നല്ല പെടക്കണ കരിമീൻ കൂട്ടി ചോറിന്റെ കാലം മറന്നു. നീ 1 കിലോ ഇങ്ങ് എടുക്ക. എന്നിട്ട് മേടിക്കുമ്പോ ഇതിന്റെ വിലയും കൂടെ ചേർത്ത് മേടിച്ചോ സച്ചിന്റെ അടുത്തുനിന്ന്. അത് ശരിയാവില്ല സാവിത്രമ്മേ. ഇപ്പൊ റൊക്കം കച്ചവടം ഉള്ളൂ. എടാ, പണ്ട് നിന്റെ ബാപ്പ കുഞ്ഞുമരക്കാരിക്ക് ഇവിടെ കൊണ്ടു തന്ന മീനിന് വല്ല കയ്യും കണക്കുണ്ടോടാ? എന്നിട്ട് 5 പൈസയുടെ കണക്ക് അങ്ങേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ മീനൊക്കെ വിൽക്കാത്ത ചീഞ്ഞു പോവുള്ളൂ. ഇതല്ലേ രവീന്ദ്രനാഥ മാഷിന്റെ വീട്? എന്താ? രവീന്ദ്രനാഥ മാഷിന്റെ ഭാര്യ? അതെ. ആഹാ, ഞങ്ങൾ ടിവിയുടെ ആൾക്കാരാ. രവീന്ദ്രനാഥ മാഷിനെ പറ്റി ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ ആർക്കും TV സീരിയലൊന്നും അഭിനയിക്കണ്ട. സീരിയലല്ല, സാറിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്ററിയാ. മരിച്ച അന്ന് മുതൽ ഓരോരുത്തർമാര് വന്ന് വീടും ഫോട്ടോയോ അവാർഡും ഒക്കെ പടം പിടിച്ചോണ്ട് പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾ പോയട്ടെ. അയ്യോ ചതിക്കരുത് ചേച്ചി. ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റും ഈ വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്യാതെ ഞങ്ങളുടെ പ്രോഗ്രാം പൂർണ്ണാവില്ല. ചേച്ചി ഒന്ന് സഹകരിക്കണം. എന്താ കാര്യം? TV-ക്കാരാ അച്ഛനെ പറ്റി ഏതാണ്ട് പടം പിടിക്കാൻ വന്നതെന്ന്. ആണോ? ഒരു സാറിന്റെ മകനാണോ? അതെ, ഇളയ മകൻ ശരത്ചന്ദ്രനാഥ്.
മൂത്തൊരാളുണ്ട്. പക്ഷെ അച്ഛന്റെ സംഗീത പൈതൃകം കിട്ടിയിരിക്കുന്നത് എനിക്കാണെന്നാണ് എല്ലാരും പറയണത്. ഓ എനിക്ക് താങ്കളുടെ ഒരു ഇന്റർവ്യൂ വേണം. അതിനെന്താ, ആ. നിങ്ങൾ ക്യാമറ റെഡി ആയിക്കോളൂ, നമുക്ക് അകത്തിരിക്കാം. അല്ലെങ്കിൽ ഔട്ട്ഡോർ അല്ലേ നല്ലത്? ഔട്ട്ഡോറിൽ എടുക്കാം. പക്ഷെ അതിനു മുൻപ് നമുക്ക് അമ്മേന്ന് തുടങ്ങാം. അതല്ല അതിന്റെ ഒരു ഭംഗി. അമ്മ ഒരു 2 മിനിറ്റ്. നിങ്ങള് നിർബന്ധിക്കുമ്പോ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാ. പക്ഷേ ഇതൊക്കെ നാട്ടുകാർ കാണേണ്ടതല്ലേ. ആ. നല്ലൊരു സാരിയെ കൊടുത്തില്ലെങ്കില് അതിന്റെ കുറച്ചില് അങ്ങേർക്കും കൂടിയല്ലേ. അതിനെന്താ, ചേച്ചി സാരി മാറി വന്നോളൂ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതല്ല, ഇപ്പോ ഒരു പട്ടുസാരിയെ കൊടുക്കാണ്ട്. ചേച്ചി പട്ട് സാരി എടുത്തോളൂ. അതിനിപ്പോ ഇവിടെ പുതിയ പട്ടുസാരി ഒന്നും ഇരിപ്പില്ലേ? ഏതായാലും നിങ്ങക്ക് പടം പിടിച്ചല്ലേ പറ്റൂ. അപ്പൊ നിങ്ങൾ തന്നെ ഒരു പട്ടുസാരി വാങ്ങിച്ചതാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? സാരി നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ തുടങ്ങാം. അല്ല, എന്താ പറയണ്ടേ? ഓ എന്തൊരു സ്ത്രീയാ അവര്. പട്ട് സാരി കിട്ടിയിട്ട് അടങ്ങിയുള്ളൂ. മാത്രോ ഷൂട്ട് കാരണം ഉച്ചയ്ക്ക് പാചകം മുടങ്ങിയെന്ന് പറഞ്ഞ് വീട്ടിലുള്ളവർക്കൊക്കെ പൊറോട്ടയും ചില്ലി ചിക്കൻ. ആ മാഷ എങ്ങനെ സഹിച്ചിരുന്നാവോ അവര്. എല്ലാവരും പറയും വലിയ കലാകാരനാണ്, മഹാനാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾക്കൊരു 10 പൈസയുടെ സഹായം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. മാഷിന്റെ പാട്ടുകൾക്ക് ഏതൊക്കെ രീതിയിലാണ് ചേച്ചി പ്രചോദനമായിട്ടുള്ളത്? എന്ത്? ഇവിടെ ഈ വരാന്തയിൽ ഇരുന്ന് ആളും തീറ്റയൊക്കെ ആയിട്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കണ കേൾക്കാം. ഞാനതൊന്നും ശ്രദ്ധിക്കാനേ പോവാറില്ല. പിന്നെ ഈ പാട്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെന്ന് ചോദിച്ചാ എനിക്ക് അതൊട്ട് അറിയേയില്ല. ആ ഇത് മതി. ഇവരുടെ ഈ കത്തി നാട്ടുകാരെ കേട്ട മാഷ പറ്റിയുള്ള എല്ലാ എംപ്രഷനും പോകും. നമസ്കാരം. ഇത് ചുള്ളിക്കൽ ഭാസ്കരൻ, രവീന്ദ്രനാഥൻ മാഷിന്റെ സന്തത സഹചാരിയും ആദ്യകാല സഹപ്രവർത്തകരിൽ ഒരാളുമായ തബലിസ്റ്റ്. തബല ഭാസ്കരൻ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. സ്നേഹം കൂടുമ്പോ രവിയേട്ടൻ തവള ഭാസ്കരാന്ന് വിളിക്കും. ഇതെന്താ ആശുപത്രിയില്? ഇടക്കിടക്ക് കരലിന്റെ കണ്ടീഷൻ മോശമാകുമ്പോ രവിയേട്ടന്റെ മോൻ സച്ചി നിർബന്ധിച്ച് ഇവിടെ കൊണ്ടൊക്കെ എടുത്തും. ഇപ്പൊ ഒരാഴ്ചയായി. സർവീസ് കഴിഞ്ഞ് ലിവർ കുട്ടപ്പനായ പിന്നെ തുടങ്ങാനൊരു ഉഷാറുണ്ടാവുമല്ലോ. ഇപ്പൊ പറഞ്ഞ കട്ട് ചെയ്തേ കേട്ടാ. വെറുതെ ഡീസന്റ് ആയി ജീവിക്കണം നമ്മള്. കള്ളുടിയന്മാരാണെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കേണ്ടല്ല. സോജാ രാജകുമാരി സോജാ സോജാ. നമസ്കാരം, ഞാൻ സൈഗാൾ യൂസുഫ്. സൈഗാളിന്റെ പാട്ടുകൾ സ്ഥിരമായി പാടിയിരുന്നതുകൊണ്ട് മൂപ്പര് തന്നെ എനിക്ക് കിട്ടുന്ന പേരാ സൈഗാള്. പണ്ട് മൂപ്പരുടെ ഗാനമേളയ്ക്ക് സ്ഥിരം പെട്ടി വായിച്ചത് ഞാനാ. അതൊരു കാലം. 4 തവണ സിനിമയിൽ പാടാൻ ചാൻസ് തന്നതാ. റെക്കോർഡിംഗ് തിയേറ്റർ ചെല്ലുമ്പോ ഒച്ച പണി മുടക്കും. അങ്ങനെ പണി മുടക്കി മൂപ്പർ പറഞ്ഞു, നീ ഇനി പാടണ്ടെന്ന്. ഇത് ലൂയി ആൻഡ്രൂസ് പെരേര. രവീന്ദ്രനാഥിന്റെ പാട്ടുകളിലെ പ്രധാന ആകർഷണമായ ക്ലാരനറ്റ് വായിച്ചിരുന്നത് കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ഈ ലൂയി അങ്കിളാണ്. സർ, രവീന്ദ്രനാഥൻ മാഷിന്റെ മൂത്ത മകൻ അന്വേഷിച്ചു വന്നിട്ടുണ്ട്. സാറിനെ കാണണമെന്ന് പറഞ്ഞു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തേക്കാം. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറയും. അനീഷ്, ആ ക്യാമറ സെറ്റ് ചെയ്തോളൂ. ഓക്കെ. ഇതിലാരാ രവീന്ദ്ര മാഷിന്റെ മകൻ? ഞാനാ. എന്താ തെളിവ് വല്ലതും ഹാജരാക്കണോ? അങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഔട്ട്ഡോറിൽ എടുക്കാം. ശിവ, ക്യാമറ സ്റ്റാൻഡിൽ വെക്കാം. ആരെ സ്റ്റാൻഡിൽ വെക്കാൻ? ഇങ്ങോട്ട് വന്നത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. അച്ഛനുമായിട്ടുള്ള കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ പറഞ്ഞാൽ മതി. വരൂ. തോറ്റു തൊപ്പിട്ട് ഇറങ്ങിയിരിക്കുക. ലുക്ക്, നിങ്ങൾ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ? റൈറ്റ്സോ? എന്ത് റൈറ്റ്സ്? റൈറ്റ്സ്, പകർപ്പവകാശം. ഇനി അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ഷൂട്ട് ചെയ്താൽ മതി. കുറെ കാലമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. പല കോലത്തിലും പല പേരിട്ടും പ്രോഗ്രാംസ് ഉണ്ടാക്കി അച്ഛനെ വിറ്റ് കാശാക്കുന്നത്. ഇനി അത് നടക്കില്ല. ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. സംഗീത ചക്രവർത്തി, അതുലിനായ കലാകാരൻ. കുറെ കേട്ടതാ. സംഗീത ചക്രവർത്തിയുടെ കുടുംബത്ത് അടുപ്പെരിയണ്ടോന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കാർക്കും. മലയാളികള് എന്നും ഓർമ്മിക്കുന്ന ഒരു പിടി മധുര ഗാനങ്ങൾ ഉണ്ടാക്കിയ ആ ആളിന്റെ വീട്ടില് ചായയിലിടാൻ പഞ്ചസാര ഉണ്ടോന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? പേരും പ്രശസ്തിയും തിന്ന വിശപ്പ് മാറുമോ സുഹൃത്തെ? അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടുമോ? ഹൈ, അരി കിട്ടുമോ സുഹൃത്തെ? അച്ഛൻ മരിക്കുമ്പോ 10ാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആയിരുന്നു എനിക്ക്. അതോടെ പരീക്ഷ മുടങ്ങി. ആരാധകരും നാട്ടുകാരൊക്കെ കൂടി ആർഭാടമായിട്ട് ദയിപ്പിക്കലും അനുശോചനമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോയപ്പോ കുറച്ചാൾക്കാർ മാത്രം അവിടെ നിന്നു. അച്ഛന്റെ കടക്കാര് അന്ന് തൊട്ട് തുടങ്ങിയതാ കടം വീട്ടാനും കുടുംബം പോറ്റാനുള്ള എന്റെ നെട്ടോട്ടം. അതുകൊണ്ട് എന്റെ സുഹൃത്തെ, എന്റെ കൊക്കിലി ജീവനുള്ളിടത്തോളം കാലം അച്ഛനും അച്ഛന്റെ പാട്ടുകളും കീറി മുറിച്ച് ഈ എപ്പിഡോസുകളാക്കി വിൽക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അതെ, ഇത് വെച്ച് നോക്കുമ്പോ അമ്മ ഭേദ. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് ഒതുക്കാൻ നോക്ക്. നക്കാപ്പിച്ചയ്ക്കും കള്ളിനും അച്ഛൻ പാട്ടുണ്ടാക്കിണ്ട് ഒരുപാട്. അത് പണ്ട്. ഇനിയിപ്പോ എപ്പിസോഡ് കണക്കാ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം.
ഈ പ്രോഗ്രാം എത്ര എപ്പിസോഡാ? 2. ഓക്കെ. 50,000 വെച്ചിട്ട് നമ്മൾ ഒരു എപ്പിസോഡ് ചാർജ് ചെയ്തു. അപ്പൊ ഒരു 1 ലക്ഷം. 1 ലക്ഷോ? ഏത് വകയില്? റൈറ്റ്സിന്റെ വകയില്. മനസ്സിലായില്ല? ഇതാരത്? പ്രൊഡ്യൂസറാ. ആ പ്രൊഡ്യൂസറാണല്ലേ. സാർ എപ്പോഴല്ലേ വന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ സംസാരിച്ചോണ്ടിരുന്ന 1 ലക്ഷം. അതിപ്പോ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്തോളൂ. അല്ല ചെക്കായിട്ട് വേണ്ട. അതിന് അത് മടങ്ങിയ കേസായി പിന്നെ പ്രൊഡ്യൂസറായിട്ട് പ്രശ്നമായി. അല്ലേ തന്നെ നേരില്ല. നിഷ ക്യാമറ അകത്തേക്ക് കൊണ്ടോ. നമ്മുടെ ദാസേട്ടന്റെയും എസ് ജാനയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. വാ. അല്ലാതെ സാർ അങ്ങനെ ചൂടായിട്ട് പോണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഉള്ള കേട്ടാ. ഇതിലിപ്പോ എന്ത് കോംപ്രമൈസ്? ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നില്ല. അല്ല റേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന സാമാന്യ തത്വം അനുസരിച്ച് കുറച്ച് താഴോട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടാ. ഒരു എപ്പിസോഡിന് ഒരു 20,000 രൂപ തന്നാലും മതി. താങ്കളുടെ പേരെന്താ? സച്ചിദാനന്ദൻ. പരിചയപ്പെട്ടല്ലേ സന്തോഷം. അല്ല സന്തോഷം എനിക്കും വേണ്ടേ. ഞാൻ റേറ്റ് എത്രയും കുറയ്ക്കാട്ടോ. നമ്മൾ സംസാരിച്ച എത്രയും കുറയട്ടോ. മോനെ ഒന്ന് ശരിയാക്കി തടാ. തുടങ്ങി ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയതാ കയ്യിന്ന് പോയിന്ന്. വാ പോ. അല്ല അങ്ങനെ പോയാലെങ്ങനെ? നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കല്ലേ. നീ ഒന്ന് പോയി സംസാരിക്കോ? അങ്ങോട്ട് ചെന്ന് അടിച്ചു പരത്തി 10,000 എപ്പിസോഡാക്ക അയാൾ എന്നെ. 2 മെഗാ സീരിയൽ ഡയറക്ട് ചെയ്യുന്ന ആളാ. നിന്റെ നാവിന്റെ അത്ര നീളമുള്ള മെഗാ സീരിയലൊന്നും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല മോനെ ലാലപ്പാ. ചെല്ലേ ചെന്ന് വിജയ് ശ്രീലാടത്തിനടുത്ത് തിരിച്ചു വാ. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എത്ര വരെ താഴാ? 10,000. ആ പരിപ്പ് അവിടെ വേവില്ല. 5,000. അതും വേവില്ല. 3,000. വേവില്ല. 2,000. അതിൽ തണ നമ്മുടെ വലിപ്പം വേവൂല. നീ ഒന്ന് ചെന്നേ. 500. പിന്നെയും കുറച്ച് 500. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ 5,000 തന്നെ ഇങ്ങോട്ട് പോന്നേനെ. അതെങ്ങനെയാ? ആത്മാർത്ഥത വേണോടാ, ആത്മാർത്ഥത. നിനക്ക് വരെ ഒരു കഴുതയാണ് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ നന്നിട്ട് ബാർഗൈൻ ചെയ്തേനെ. കഴുത പുറത്തുനിന്നതിന് ഞാനെന്ത് ചെയ്യാനാ? നോക്കി പേടിപ്പിക്കല്ലേ. ഇത് തന്നെ തന്നതേ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാ. അതവര് പറയുകയും ചെയ്തു. ഞാൻ ഇന്നും അച്ഛനെ ഒരുപാട് ചേർത്ത് വിളിച്ചു അല്ലടാ. അതൊരു പുതിയ കാര്യമൊന്നല്ലല്ലോ. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ. പേരും പ്രശസ്തി നിന്ന വിശപ്പ് മാറൂ. അവാർഡ് കടയിൽ കൊടുത്ത അരി കിട്ടൂ. കേട്ട് ബോറടിച്ചു. ബോറടിക്കാൻ നീ എന്തിനാ എന്റെ കൂടെ എപ്പോഴും നടക്കണേ? വണ്ടി എടുക്കണേ. ആശുപത്രി ഭാസ്കരനെ ഇറക്കണം. ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയണ പോലെ. ജയിലിൽ നിന്റെ അമ്മ ഇപ്പൊ ഇറക്കടാ.